ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ? ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. ഇതാണിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പക്ഷം. തമ്മിൽ തല്ല് പുറത്തറിയാതിരിക്കാൻ കോൺഗ്രസുകാർ ഇനി പല അടവുകളും പറ്റും. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയല്ലോ. KPCC നേതൃമാറ്റത്തിലും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും പ്രതികരണം മയപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VT സതീശൻ പറയുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കും. കൊച്ചിയിൽ UDF നേതൃത്വത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇരു നേതാക്കളുടെയും ഈ പ്രതികരണം. ഇനിയിപ്പോൾ കോൺഗ്രസുകാരോട് ആരോട് ചോദിച്ചാലും വേറെ ഉത്തരമൊന്നും കിട്ടാൻ പോകുന്നില്ല. ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടിയെ പറ്റി പറഞ്ഞതുപോലെ വെറും 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി മാത്രമല്ല ഇവർക്ക്. ധ്യാനം കൂടാൻ പോയ പള്ളിയിൽ പോയ കഥ ആര് ചോദിച്ചാലും ഒരു സംശയവും വരാത്ത പോലെ എല്ലാവരും ഒരൊറ്റ ഉത്തരം മാത്രമേ ഇനി പറയൂ. ശശി തരൂർ പാർട്ടിക്കെതിരായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഇരുവരും പ്രതികരിച്ചു. KPCC അധ്യക്ഷനെ മാറ്റുന്നതിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നായിരുന്നു സതീശന്റെ വാക്കുകൾ. ചർച്ചയുണ്ടെങ്കിൽ ഞാൻ അറിയണ്ടേ? അറിഞ്ഞിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അവരെടുക്കും. നാളെ ഡൽഹിയിൽ നടക്കുന്ന യോഗം 2026 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചതാണ്. കോൺഗ്രസിൽ യാതൊരു തർക്കവുമില്ല. തർക്കമുണ്ടെന്ന് മാധ്യമങ്ങൾ ഓരോ ദിവസവും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് സതീശൻ ഇപ്പോൾ പറയുന്നത്. തരൂർ വിഷയത്തിലും കാര്യമായ പ്രതികരണത്തിന് സതീശൻ തയ്യാറായിട്ടില്ല. ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ തർക്കിക്കുകയോ വഴക്കിടുകയോ ചെയ്തിട്ടില്ലല്ലോ എന്നാണ് സതീശൻ ചോദിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ചിരിക്കാതിരിക്കും? സതീശൻ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് വല്ലതും കൃത്യമായി അറിഞ്ഞിരുന്നുവെങ്കിൽ കോൺഗ്രസിന് പിന്നെയും പിന്നെയും ഇങ്ങനെ നാണം കെടേണ്ടി വരില്ലായിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് LDF-നാണെന്നും UDF-ന് 9 സീറ്റ് ഉണ്ടായിരുന്നത് 13 എന്നും സതീശൻ പറഞ്ഞു. സുധാകരൻ വിഷയത്തിൽ കോൺഗ്രസിൽ ഔദ്യോഗികമായ ചർച്ചകളൊന്നും നടന്നതായി തനിക്ക് അറിയില്ലെന്നാണ് ചെന്നിത്തല പറയുന്നത്. ശശി തരൂരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നും തരൂരിന് അങ്ങനെ പ്രത്യേകമായ എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയില്ല എന്നും പാർട്ടിക്കെതിരായി അദ്ദേഹം സംസാരിക്കുമെന്ന് കരുതുന്നില്ല എന്നുമാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ കുറച്ചു ദിവസം മുന്നേ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞതൊക്കെ എന്തായിരുന്നു സതീശ? എന്തായിരുന്നു ചെന്നിത്തല പറഞ്ഞതൊക്കെ? എളുപ്പം മറക്കാൻ രാഷ്ട്രീയക്കാരനെ ആരും പഠിപ്പിക്കേണ്ടല്ലോ അല്ലെ? കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഭിന്നാഭിപ്രായം ഉണ്ടാകും. KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡ് ആണ് എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ശരിയാണ്, ഭിന്നാഭിപ്രായമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഭിന്നാഭിപ്രായം മാത്രം ഉണ്ടാകുന്നത് വലിയ പ്രശ്നമാണ്. മുന്നണിയിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് കരുതുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച് ചർച്ചകളും ഉണ്ടായേക്കും. കോൺഗ്രസുകാർ ഉള്ളത് കൊണ്ട് കേരളത്തിലെ സീരിയൽ മേഖല പ്രതിസന്ധിയിലാണ്. സീരിയലിനേക്കാളും വലിയ ബഹളവും തമ്മിലടിയും ഒക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. അപ്പോൾ സീരിയലിനേക്കാൾ ആരാധകർ ഇപ്പോൾ കോൺഗ്രസ് വാർത്തകൾ കാണും. കണ്ടിന്യൂ